കുഞ്ഞിച്ചോ മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 7 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, ഈ ഒരു ചാപ്റ്റർ ഒരു രക്ഷയില്ലാത്ത ചാപ്റ്ററാണ്. അത്രത്തോളം സാറ്റിസ്ഫൈങ് ആയുള്ള ചാപ്റ്ററാണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു വേണ്ടി എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് അവൾ പറയുന്നുണ്ട്, വിനയം, വിശ്വസ്തത, ദൃഢനിശ്ചയം ആൻഡ് കറേജ്. ഈ 4 കാര്യങ്ങളുമായിരുന്നു എന്നോട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 4 ഉണ്ടെങ്കിൽ ഒരു വാളിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് സാധിക്കുമായിരുന്നു. അതായിരുന്നു ബ്ലഡ് ഹാർട്ട് ഫാമിലിയുടെ ഒരു അഹങ്കാരം എന്ന് പറയാം. ഏതൊരവസ്ഥയിലും ഈ 4 കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുമെന്ന് എന്നോട് തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ എന്തുമാത്രം അഹങ്കാരിയായിരുന്നു. എനിക്കറിഞ്ഞൂടാ എലീജ എങ്ങനെയാണ് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്തതെന്ന്. ഇതാണ് കറക്റ്റായുള്ള സമയം അവരോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ എൻ്റെ ബോഡി അനങ്ങുന്നില്ല. സ്റ്റുഡൻസ് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ നോക്ക്. പ്രൊഫസർ, തങ്ങളുടെ വൂൺസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബാരിയർ ഇപ്പോഴാണൊന്ന് ബ്രോക്ക് ആയത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ചാൻസ്. നമ്മളിപ്പോൾ അവരെ ഫൈറ്റ് ചെയ്യണം. എങ്കിൽ ഞാനുമുണ്ട്. ഈ ടൈമിൽ തന്നെ ആൾ പറയുന്നത്, അല്ല ഇവരൊക്കെ എന്തുവാണ് വിചാരിക്കുന്നത്? അവർക്ക് ആർക്കും ഡ്രാനീവിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് മരണത്തിലേക്ക് അവരിങ്ങനെ നടന്നു പോകുന്നത്? ഇവരെല്ലാവരും മണ്ടന്മാരാണോ? ആ ടൈമിൽ തന്നെ കർട്ടോസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ക്ലാരിയ, ഞങ്ങൾ എന്തുവാണ് ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രൊഫസറിനെ സപ്പോർട്ട് ചെയ്യണോ? അല്ല, ഇതെല്ലാം നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നീയാണ് DC കമ്മിറ്റിയിലെ ഒരു ലീഡർ. നീ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ആരുടെയും ജീവൻ കളയണമെന്ന് ഒരാഗ്രഹവുമില്ല. എന്നിട്ട് അവൾ നൈസിലൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡ്രാനീവാട്ടെ നമ്മുടെ എലിജനും കൊണ്ട് അവിടുന്ന് നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ നമ്മുടെ ഗ്ലോറിയും ബാക്കിയുള്ള ടീച്ചേഴ്സും അവിടേക്ക് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഗ്ലോറി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നോക്കി നൈസിലൊന്ന് ചിരിക്കുകയും ചെയ്യും. ഈ സമയത്ത് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാമല്ല. ആ വാക്കുകൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് എവിടുന്ന് കിട്ടിയ ആ ഒരു ധൈര്യത്തിലൂടെ അവൾ പറയുന്നുണ്ട്, പേടിച്ച് നിൽക്കുന്ന ഇഞ്ചോടുള്ള എല്ലാവരും ബാക്കിലേക്ക് പോ, ബാക്കിയുള്ളവരെല്ലാവരും മുന്നിലേക്ക് വാ. നമ്മൾ സയർസ് അക്കാഡമിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. ലൂക്കിയ, പ്ലാൻസിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാൻ എന്തായാലും ആദ്യം തന്നെ പോകുവാണ്. നീ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഗേറ്റിലൂടെ കടന്നു വന്നാൽ മാത്രം മതി. അതിനു മുമ്പ് ഇവിടെയുള്ള എല്ലാത്തിനും നീ ഡിസ്പോസ് ചെയ്യാനായിട്ട് മറക്കണ്ട. അല്ല, നീ എന്തുവാണ് പറയുന്നത്? നീ എന്തിനാണ് അവനെ കൊണ്ടുവന്നത്? ആ നായൻ എന്തിനാണ് നീ കൊണ്ടുവന്നത്? നായനെയോ? മിണ്ടിപ്പോകരുത്. ഒരു മാസ്റ്ററിനോട് ഒരിക്കലും ഒരു ടൂള് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ആ ടൈമിൽ തന്നെ ഒരുത്തം വന്നിട്ട് പറഞ്ഞിട്ട്, മൈലോഡ്, അത് റെഡി ആയിട്ടുണ്ട്. ലൂക്കിയ, നീ എന്നെ ഇനി ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഈ ടൈമിൽ തന്നെ ഗ്ലോറിയും ബാക്കിയുള്ളവരും അവിടേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും ചെയ്യും, അവനെ തടയണം, അവൻ ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ സമ്മതിച്ചൂടാ. എന്തായാലും നീ എങ്ങും പോകത്തില്ല, നീ എൻ്റെ കൈ കൊണ്ട് മരിക്കുന്നു പറഞ്ഞ ഒരുത്തന്നെ ഓടി വരാൻ നിർത്ത്. പെട്ടെന്ന് ലൂക്കസ് അതിൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിനക്കൊക്കെ മരിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഒരറ്റക്ക് അങ്ങോട്ട് ചെയ്യും. പക്ഷേ ആ ഒരു പ്രൊഫസർ തൻ്റെ പവർ കൊണ്ട് അതങ്ങോട്ട് ഡിസ്മാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ള പ്രൊഫസേഴ്സൊക്കെ അവരുടെ ഫുൾ പവർ കൊണ്ടാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ദൂരത്ത് നിന്ന് നമ്മുടെ ഗ്ലോറി ഓടി വരുന്നുണ്ട്. ലൂക്കസ്, മതിയാക്കിക്കോ, മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ് ഒന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്നായിരുന്നു ഒരു മോൺസ്റ്റർ അവളെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. അത് സൈഡിൽ നിന്ന് ഡോഡ്ജ് ചെയ്ത് അതിൻ്റെ തല അറുത്ത് മാറ്റിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ നേരെ മുന്നിലേക്ക് ഓടും. ഈ ടൈമിൽ തന്നെ ലൂക്കിയനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഗ്ലോറിയുടെ പുറകിലേക്ക് കുറേ പേര് ഓടിയെടുക്കുന്നുണ്ട്. അവൾ പറയും ചെയ്യും, കോപ്പ്, ഇവന്മാർ ഞാൻ എനിക്ക് എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കുറച്ചധികം അറ്റാക്സ് അവിടേക്ക് വന്ന് അവരെ എല്ലാവരും അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുന്നത്. അവൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് നമ്മുടെ DC മെമ്പേഴ്സും സ്റ്റുഡൻറ് കൗൺസിലെ മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ പറയും ചെയ്യും, ഹോസ്റ്റേഴ്സിനെയൊക്കെ സെക്യൂർ ചെയ്യാനായിട്ട് നോക്ക്, പ്രൊഫസേഴ്സിനെ എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നീയൊക്കെ എന്ത് ചെയ്യുവാണ്? ഇത് ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞൂടെ? പ്രൊഫസർ ഗ്ലോറി, ഇത് ഞങ്ങളുടെ കൂടെ ഫൈറ്റാണ്. താങ്കൾ പഠിപ്പിച്ചു തന്ന എല്ലാം ഞങ്ങളിവിടെ ഉപയോഗിക്കാൻ പോകുവാണ്. എങ്കിൽ കൊള്ളാം, പക്ഷെ ഒരു കാര്യം ഓർത്തണം, എല്ലാവരും സൂക്ഷിച്ച് തന്നെ വേണം. പെട്ടെന്നായിരുന്നു ക്ലാരിയുടെ കണ്ണ് ഒരാളുടെ മേത്ത് പെട്ടത്. അല്ല, അത് അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ മുന്നിലേക്ക് ഓടിക്കൊണ്ട്
കായെന്ന് കാറുവാണ്. ഈ സമയത്ത് തന്നെ അവൾ മുന്നിലേക്ക് ഓരോ അറ്റാക്കും ഡോട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരാൻ നേരത്ത് പെട്ടെന്ന് കായ് തൻ്റെ പവർ അങ്ങോട്ട് യൂസ് ചെയ്യും അവളായിട്ട് അവിടെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അവളായിട്ട് ദേഷ്യം കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നിനക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത്? തിയോയും ഡോറയെ നിനക്ക് എങ്ങനെയാണ്? ആ ടൈമിൽ തന്നെ അവളുടെ ദേഷ്യം നന്നായിട്ട് തന്നെ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനായിട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടക്കുവാണ്. അതേസമയത്ത് തന്നെ അവൾ തിരിഞ്ഞു നോക്കാനടുത്ത് ദൂരത്ത് നമ്മുടെ ക്യാതെല്ലാം കർട്ടസല്ല അവളുടെ നേരെയാണ് ഓടി വരുന്നത്. അല്ല, ഇവരെന്താണ് പറയുന്നത്? എനിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. അല്ല, അവരെന്തിനാണ് എൻ്റെ പുറകെ വരുന്നത്? നിങ്ങളെല്ലാവരും കായുടെ പുറകെ. പെട്ടെന്നാണ് അവൾക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. അവളുടെ ശരീരത്തിലൂടെ ഒരു അറ്റാക്ക് തുളച്ച് കയറിയിരുന്നു. അല്ല, ഇതെപ്പോഴാണ് സംഭവിച്ചത്? ക്ലാരിയ, നീ ഒന്നും ചെയ്യില്ലേ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹെൽപ്പിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു അലർച്ച കേട്ടത്. അത് അത്രത്തോളം വലിയൊരു അലർച്ചയായിരുന്നു. അവിടെയുള്ള എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കർട്ടസും ബാക്കിയുള്ളവർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഗ്ലോറിയായിട്ട് അവിടെ നിന്നുപോയി. ആ ഒരു അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ ലൂക്കസ് പേടിച്ച് വിറച്ചുപോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഒന്ന് സ്തംഭിച്ചു പോയി. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരാളുടെ മുഖത്ത് മാത്രമാണ് ചിരി വന്നത്. അത് നമ്മുടെ ക്ലാരിയുടെ മുഖത്തായിരുന്നു. കാര്യം, ആർത്തറും സിൽവിയും അവിടേക്ക് വന്നിരുന്നു. മൂർച്ചേറിയ ആ ഒരു തലയുടെ രണ്ട് സൈഡിൽ നിന്ന് ഒരു പോളിഷ് ചെയ്ത പോലുള്ള വാളുകളെ സമാനമായിരിക്കുന്ന രണ്ട് കൊമ്പുകൾ, ഒരു വൈരത്തിനെക്കാട്ടും കട്ടിയുള്ള ആ ഒരു സ്കെയിലുകളും, ആ ഇരുണ്ട കളറും, കത്തിച്ചൊലിക്കുന്ന ആ ഒരു കണ്ണുകളും ആര് കണ്ടാലും ഒന്ന് പേടിച്ച് നിന്നു പോകും. എന്നാൽ അത്രയും ഭയാനകമായ ആ ഒരു ഡ്രാഗനാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിലും അതിൻ്റെ താഴെ നിൽക്കുന്ന ആ ഒരു പയ്യൻ കാരണമാണ് എൻ്റെ മനസ്സിലേക്ക് ഭയം കടന്നു വന്നത്. അവൻ മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽ ചുവടുകളിലും അൺഷേക്കബിളായുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിലുള്ള ഓരോ ഇഞ്ചും ദേഷ്യം കൊണ്ട് അലറുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കുള്ള സങ്കടം ഇത് മാത്രമാണ്. അവൻ ലൂക്കസിനെ ഡിഫീറ്റ് ചെയ്യാൻ നേരത്ത് ലൂക്കസിനുണ്ടാകുന്ന എക്സ്പ്രഷൻ കാണാൻ ഞാൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ഈ സമയത്ത് ഗ്ലോറിയും അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഹയ്യർ സ്പെല്ല് കാസ്റ്റ് ചെയ്യാനുള്ള പവർ, നിയർലി അൺലിമിറ്റഡ് ആയുള്ള മാന പൂൾ ആക്സസും എനിക്കുണ്ട്. ഇതെല്ലാം കിട്ടാൻ കാര്യം ഡ്രാനുവിൻ്റെ ആ ഒരു എലിക്സറാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള എലീറ്റ്സിനൊക്കെ സ്ട്രോങ്ങറായി ഞാൻ മാറിയണ്ടേ. ബാക്കിയുള്ളവരെല്ലാവരും ഒരു ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ആ നായ എന്താണ് ഇങ്ങനെ വരുന്നത്? ആർത്തർ, നീ കറക്റ്റ് സമയത്താണ് പാർട്ടിയിലേക്ക് വന്നത്. നീ നിൻ്റെ പെറ്റിനെയും കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ആ ഓവർ സൈസുള്ള ലിസാർഡിനെ താഴെ വെക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ചിലപ്പോൾ ഇവിടുന്ന് എൻ്റെ കൈ കൊണ്ട് മരിക്കത്തില്ലായിരിക്കും. പക്ഷെ ആർത്തർ ഒരു വാക്ക് പോലും മിണ്ടാതെ അവൻ്റെ മുമ്പിലേക്ക് നടന്നു വന്നുകൊണ്ടേയിരുന്നു. എന്താടാ നീ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കാൻ നേരത്ത് അവനെ മറികടന്ന് ആർത്തർ മുന്നിലേക്ക് നടന്നു. ലൂക്കസ് അവിടെ നിൽക്കാൻ നേരത്ത് അവനൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവൻ മുന്നിലേക്ക് നടന്നു. അവൻ നടന്നു ചെയ്യുന്നത് നമ്മുടെ ടെസിയുടെ അടുത്തേക്കാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ ലൂക്കസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വരെ പേടിച്ച് വിറച്ചു പോയി. കാര്യം, അതൊരു ഡ്രാഗനല്ലേ. എനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. അവൻ എന്നെ ഇഗ്നോർ ചെയ്തോ? തിരിഞ്ഞു നോക്കാറുണ്ട്. അവർ രണ്ടുപേരും ടെസിയുടെ അടുത്തിരിക്കുമായിരുന്നു. ഇവളാരോ ഡ്രഗ് ചെയ്തതാണ്. അവളിപ്പോൾ അൺകോൺഷ്യസ് ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ടെസ് എന്തായാലും ഓക്കെയാണ്. ആ സമയത്ത് ലൂക്കസ് കിടന്ന് കാറുന്നുണ്ട്. അവൾ നിന്റെ പേരും വിളിച്ചുകൊണ്ട് കാറ് വരുന്നു. ഡ്രാൻഡ്രീവനോട് പറഞ്ഞു അവളുടെ മേത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ലെന്ന്. പക്ഷേ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. അവളെ ഞാൻ കൊല്ലാൻ നിർത്തും. അവളെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ നിർത്തും. അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നിന്നെയല്ലേ. അവളെ ഞാൻ ഒടുക്കൂടാ. അവളെ ഞാൻ എടുക്കുമെന്ന് പറയാൻ നിർത്ത്. പെട്ടെന്ന് സിൽവിക്ക് ദേഷ്യം വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു അലർച്ച അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ നേരത്ത് നമ്മുടെ ലൂക്കസ് വരെ ഞെട്ടിത്തെറിച്ചു പോകും. അവൻ വീണ്ടും എന്നെ ഇഗ്നോർ ചെയ്യുവാണോ? നായെ, ഞാൻ സംസാരിക്കാൻ നേരത്ത് നീ എന്നെ ഇഗ്നോർ ചെയ്യുവോ? ഞാൻ നിൻ്റെ ശരീരത്തിലുള്ള ഓരോ ബോൺസ് പൊടിച്ച് കളയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ടെസിയുടെ അടുത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ പെട്ടെന്നായിരുന്നു ഒരു പവർ അവൻ്റെ ചുറ്റിനും വന്നു കൂടിയത്. ഇതാ ഫീലിംഗ് അല്ലേ? ഏതോ ഒരു ഡീമൻ എന്നെ പിന്നിലേക്ക് വലിക്കുന്നത് പോലത്തെ. എനിക്ക് അറിഞ്ഞൂടാ ഞാനെന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന്. എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണല്ലോ. എൻ്റെ ബ്രദർ എന്നോട് ഓരോന്ന് പറയുന്നിടത്ത് അതേ ഫീൽ തന്നെയാണല്ലോ. ലൂക്കസ്, ഞാൻ ഇത്ര നാൾ നിന്നെ പേരും ഒരു കീടമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ കൊല്ലണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ആ ഒരു കീടം ഇത്രയും വലിയ പ്രശ്നമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതുമല്ല. അതുകൊണ്ട് നീ അവിടെ നിൽക്കി. നിൻ്റെ സമയം
ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് കേൾക്കാൻ നേരത്ത് ലൂക്കസ് പേടിച്ച് ഒന്ന് പിന്നിലേക്ക് നടക്കുന്നത് അവനെ ആരെയൊക്കെയോ പിടിച്ച് വലിക്കുന്നത് പോലെ തന്നെ തോന്നും. അവൻ്റെ മനസ്സിലാണ് ഇതെല്ലാം സംഭവിക്കണമെങ്കിലും അവൻ ആരെ പിടിച്ച് താഴത്തേക്ക് വലിക്കുമായിരുന്നു. ഇല്ല, ഇത് സംഭവിച്ചൂടാ, ഇങ്ങനെ വരാൻ പാടില്ല, ഞാൻ അവനെക്കാട്ടും സ്ട്രോങ്ങറാണ്, അവനൊന്നും എൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനൊരിക്കലും എന്നെ പേടിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ പവേഴ്സക ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒന്ന് കിടന്ന് അലറുന്നുണ്ട്. ആ സമയത്ത് തന്നെ അതെല്ലാം പോയി അവൻ വീണ്ടും സ്ട്രോങ്ങറായി മാറി. ആ അറ്റാക്കെല്ലാം വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ആർത്തറിൻ്റെയും സിൽവിയുടെ നേരെയായിരുന്നു. പപ്പ, സിൽവി, ഞാൻ ഓക്കെയാണ്, നീ തൽക്കാലം ടെസിയനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്ന പറഞ്ഞിട്ട് ആർത്തർ അവൻ്റെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂക്കസിൻ്റെ ഒരറ്റാക്ക് പോലും ആർത്തറിൻ്റെ അടുത്തേക്ക് വന്നതുപോലുമില്ല. ഇത് കണ്ട ലൂക്കസ് ശരിക്കും ഞെട്ടി. ആർത്തർ ഒന്നും തന്നെ മിണ്ടാതെ മുന്നിലേക്ക് നടക്കാനും തുടങ്ങി. സോ നിനക്ക് ഫയർ മാത്രമല്ല, നിനക്ക് ഐസും യൂസ് ചെയ്യാൻ സാധിക്കുമല്ലേ? പക്ഷേ അതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല, നീ ഇത് തിന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരറ്റാക്ക് അവൻ്റെ നേരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൂക്കസിൻ്റെ ഒരു അറ്റാക്ക് നമ്മുടെ ആർത്തർ തൻ്റെ കൈ കൊണ്ട് പിടിക്കും. എന്നിട്ട് അവനായിട്ട് ഒരു അറ്റാക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ലൂക്കസിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ലൂക്കസിൻ്റെ മറ്റേ അറ്റാക്ക് അവൻ ഡിസ്ട്രോയ് ചെയ്ത് കളയും. പക്ഷേ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ ലൂക്കസിൻ്റെ ഇടത്തെ കൈ പൂർണ്ണമായിട്ടും പോയിരുന്നു. അവൻ താഴേക്ക് വീഴും. എൻ്റെ കൈ എനിക്ക് വേദനിക്കുന്നു. നിനക്ക് ലൈറ്റ്നിങ് മാജിക് ഉണ്ടല്ലോ, അപ്പോൾ നീ ഒരു കോഡർ എലമെന്റൽ മേജാണ്. പെട്ടെന്ന് ആർത്തർ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ മറ്റേ കൈ പിടിച്ച് മുകളിലേക്ക് പൊക്കിയിട്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ ഒരു കോഡർ എലമെന്റൽ മേജാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൻ്റെ അടുത്ത കൈ പൂർണ്ണമായിട്ട് ഫ്രോസ് ആയി പോയി. അതും അവൻ പൊട്ടിച്ച് അങ്ങോട്ട് കളയുന്നുണ്ട്. അവൻ നേരെ താഴത്തേക്ക് വീഴും. ലൂക്കസിന് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. അവന് വേദന കൊണ്ട് അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇല്ല, ഇങ്ങനെ വരാൻ പാടില്ല, നീ ഇത് ചെയ്തുകൂടാ, ഞാൻ ലൂക്കസ് വൈക്കസ് ആണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് ആൾത്തറാട്ടെ അവൻ്റെ കാലിൽ കയറി ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഡൗൺ ഫോഴ്സ്. അടുത്ത സെക്കൻഡിൽ തന്നെ ലൂക്കസിൻ്റെ ആ ഒരു കാൽ പൂർണ്ണമായിട്ട് പൊളിഞ്ഞു പോകും. ഈ ടൈമിൽ തന്നെ ആർത്തർ പറയുന്നുണ്ട്, അല്ല, നീ നേരത്തെ ഡ്രാനിവിനെ പറ്റി എന്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, അവൻ കാരണമാണോ ഇതെല്ലാം സംഭവിച്ചത്? ഓ നിനക്കതറിയണമല്ലേ? അതെ, അവനാണ് ഇതിൻ്റെ എല്ലാം കാരണം. അത് മാത്രമല്ല, അവനെ കൊണ്ടുപോയി നിന്റെ ആ മന്ദബുദ്ധിയായ ബെസ്റ്റ് ഫ്രണ്ടല്ലോ, അവനെ കൊണ്ടുപോയി. ആർത്തർ നീ തോറ്റിരിക്കുന്നെന്ന് പറഞ്ഞിടത്ത് ആർത്തറാട്ടെ അവൻ്റെ മറ്റേ കാലിലും എടുത്ത് കാല് വെക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ ലോകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ആർത്തർ വീണ്ടും ആ ഒരു ഡൗൺ ഫോഴ്സ് യൂസ് ചെയ്ത് അവൻ്റെ രണ്ട് കാലും പൂർണ്ണമായിട്ടും നശിപ്പിച്ച് വെച്ചു. അത് കഴിയാൻ നേരത്ത് ആർത്തർ അവൻ്റെ പ്രൈവറ്റ് പാർട്ടിലേക്ക് അവൻ്റെ കാലെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അല്ല നീ ഇതെന്ത് ചെയ്യുവാണ്? ഞാനോ? അല്ല, നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിൻ്റെ ഈ നാറിയ സ്വഭാവം, അത് അടുത്ത ജനറേഷനിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടില്ലല്ലോ. ഇല്ല, നീ അങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ ചെയ്യില്ലേ, എന്നോട് ക്ഷമിക്കും, ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കുമെന്ന് പറയുന്നിടത്ത് ആർത്തർ പറയുന്നുണ്ട്, നിന്റെ അടുത്ത ജന്മത്തിലും നീ ഇത്രയും തന്നെ സഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡൗൺ ഫോഴ്സ് അവസാനമായി ഒന്ന് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, ഞാൻ ഒരു 1500 ലൈക്സ് ചോദിച്ചിരുന്നു, പക്ഷേ ഞാൻ ഈ വീഡിയോ ചേർത്ത് വെറും 643 ലൈക്സേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 ചാപ്റ്റേഴ്സിൽ ഒതുക്കിയത്. സോ ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് 1500 ലൈക്സ് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തിടാൻ പോകുന്ന വീഡിയോസിനകത്ത് നമ്മൾ 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.